ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദൻ. ഭാഗം 1881. ഇന്ന് ഫെബ്രുവരി മാസം 23-ാം തീയതി, 54-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. പരിശുദ്ധ സുറിയാനി സഭയെ സംബന്ധിച്ച് ആനീത ഞായറാണ്. വാങ്ങിപ്പോയ എല്ലാ പരേതരായ വിശ്വാസികളെ പൊതുവായിട്ട് നമ്മൾ ഇന്ന് ഓർക്കുന്നതിന്, അതെ, മരിച്ചവരെ ഓർക്കാനുള്ള ദിവസം. അത് വർഷത്തിൽ ഇങ്ങനെ ഒന്ന് മതിയോ? അവരെ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്. അവരോടും അവരുടെ നല്ല ഓർമ്മകളോടൊപ്പം തന്നെയാണ് നമ്മളും മുമ്പോട്ട് കടന്നു പോകുന്നത്. മരിച്ചവരെ ഓർക്കാനായിട്ടുള്ള ഒരു ദിവസമായിട്ട് മാത്രം ഇതിനെ കാണണ്ട, കരുതണ്ട. പിന്നെ ഇനിയും മരിക്കാത്തവരെ, അങ്ങനെ ചിലരില്ലേ, ഇനിയും മരിക്കാനുള്ളവര്. അങ്ങനെയുള്ളവരെ ചിലതൊക്കെ ഓർമ്മിക്കാനും കൂടി, ഓർമ്മപ്പെടുത്താനും കൂടി ഉള്ളതാണ് സത്യത്തിൽ ഈ ദിവസം. മരണത്തെ മറികടക്കാമെന്ന് ക്രിസ്തുവേശു പഠിപ്പിച്ചിട്ടുണ്ട്. മരണത്തെ അതിജീവിക്കാം. വിശ്വാസത്തെ, പ്രത്യാശ, അതെല്ലാം മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചാണ്. ഈ വിശ്വാസം, പ്രത്യാശ അത് കൈമുതലാക്കി വേണം നമുക്കും ഒടുവിൽ കടന്നു പോകാനായിട്ട്. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം ഒന്ന് ഉറപ്പുവരുത്താം ഓരോരുത്തരും. മരണത്തിന് മുമ്പ് നമ്മൾ ജീവിച്ചിരുന്നോ ഇല്ലയോ എന്ന്. മരണത്തിന് മുമ്പൊരു ജീവിതം നമ്മൾ നയിച്ചായിരുന്നോ എന്ന്, അതും അന്തസ്സോടും കുലീനതയോടും കൂടി. ചില ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവരാണ്. അങ്ങനെയുള്ളവരെ നമുക്ക് പരിചയമുണ്ട്. സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് തപ്പിയാൽ അവനവനും ഒരുപക്ഷെ ആ കൂട്ടത്തിലാവും, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച അവസ്ഥ. എന്നാൽ ചില മനുഷ്യരുണ്ട്, അവർ മരിച്ചതിന് ശേഷവും ജീവിച്ചിരിപ്പുണ്ട്. ഇത് രണ്ടിന്റെയും തമ്മിലുള്ള വ്യത്യാസം അവരുടെ കർമ്മങ്ങളുടേതാണ്. കുറെ കൂടി ഹൃദയങ്ങളിൽ വസിക്കാനായിട്ട് നമ്മൾ എന്നാ പഠിക്കുക. നമ്മൾ എല്ലാ ഇടങ്ങളിലും നമ്മളുടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. എല്ലാ ഇടങ്ങളിലും മനുഷ്യരുടെ ഹൃദയങ്ങളിൽ മാത്രം നമ്മൾ അവിടെ മുദ്രിതമാവുന്നില്ല. ശേഖരിക്കാനുള്ള തിടക്കങ്ങൾക്കും ആർത്തികൾക്കും അപ്പുറത്തും ഇപ്പുറത്തും ചെലവഴിക്കാനായിട്ട് നമ്മൾ പഠിക്കാതെ പോകുന്നുണ്ട്. ആർക്കും ഉപകാരപ്പെടാതെ പോകുന്ന അവശേഷിക്കുന്ന സമ്പാദ്യങ്ങളൊക്കെ സത്യത്തിൽ എന്തിനു വേണ്ടിയാണ്? കുറെ കൂടി മനുഷ്യനാവാനായിട്ട് മരിച്ചുപോയവരെ ഓർക്കുന്ന ദിനം നമ്മൾ പഠിക്കേണ്ടതാണ്. ഞാനും കടന്നു പോകാനുള്ള ഒരാളെന്ന നിലയിൽ മരണത്തിന് മുമ്പ് ഒരു നല്ല ജീവിതം ജീവിപ്പാനായിട്ട് ബാധ്യതയുണ്ട്. അവിടെയാണ് ക്രിസ്തുയേശു എനിക്ക് നല്ലൊരു മാതൃകയായി മാറുന്നത്. പ്രാർത്ഥനയോടെ ആമേൻ.